ലക്ഷ്മി തന്റെ പങ്കാളിയായി വന്ന കഥ ആനീസ് കിച്ചണിൽ അതിഥിയായി എത്തിയപ്പോൾ അഖിൽ മാരാർ വെളിപ്പെടുത്തിയിരുന്നു. പ്രണയം പൊട്ടിയപ്പോൾ ഇനി രാഷ്ട്രീയ പ്രവർത്തനവുമായി സിംഗിളായി ജീവിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ലക്ഷ്മി ജീവിതത്തിലേക്ക് വരുന്നതെന്നും ഗണപതിയാണ് ലക്ഷ്മിയെ തനിക്ക് സമ്മാനിച്ചതെന്നും അഖിൽ മാരാർ പറയുന്നു. ഗണപതി അമ്പലത്തിൽ വെച്ചാണ് അണ്ണനെ ആദ്യമായി കാണുന്നത്. തങ്ങളുടെ ലവ് സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ വെച്ചാണ് ആദ്യമായി ഒന്ന് കണ്ടത്. അപ്പോൾ തന്നെ ഒരു സ്ട്രൈക്ക് അടിച്ചു ലക്ഷ്മി തുടക്കമിട്ടു. അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. അഖിൽ ഏറ്റെടുത്ത് പറഞ്ഞു തുടങ്ങി. തനിക്ക് ആദ്യം ഒരു പ്രണയമുണ്ടായിരുന്നു. അത് പോയതിനു ശേഷം കല്യാണം കഴിക്കണോ അതോ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനവുമായി നടന്നാൽ മതിയോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ആരെയും പേടിക്കാതെ ജീവിക്കണമെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണം. ഈ ചിന്തയുമായി നടക്കുന്ന സമയത്ത് താൻ ഒരിക്കൽ ഗണപതി അമ്പലത്തിൽ വെച്ച് സുഹൃത്തിനോട് പറഞ്ഞു, താൻ കെട്ടാൻ പോകുന്ന ആളിനെ ഗണപതി തനിക്ക് കാണിച്ചു തരുമെന്ന്. താൻ ഒരു ഗണപതി ഭക്തനാണ്. നിരന്തരം ആനയെ സ്വപ്നം കാണുമായിരുന്നു. ആന ചവിട്ടിക്കൊല്ലുന്ന സ്വപ്നം നിരന്തരം കണ്ടുകണ്ടാണ് ഞാൻ ഭയം മൂലം അമ്പലത്തിൽ പോയി തുടങ്ങിയത്. അതിനുശേഷം അത്തരമൊരു സ്വപ്നം കാണുന്നതും കുറഞ്ഞു. ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് താനും ലക്ഷ്മി അടുത്തടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് താൻ മുടി കഴുത്തോനൊപ്പം വളർത്തിയിട്ടുണ്ട്. ലക്ഷ്മി ഒരു മാസമായി മുടി വളർത്തിയ ആരെയോ നിരന്തരം സ്വപ്നം കാണുന്നുണ്ടെന്ന് അഖിൽ പറഞ്ഞു. ആ കാര്യം താൻ നിരന്തരം ഗണപതിയുടെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ്. തനിക്ക് സ്വപ്നത്തിൽ ആ വ്യക്തിയുടെ പിറകുവശം മാത്രമേ കാണാൻ കഴിയുന്നുള്ളായിരുന്നുള്ളൂ. പുള്ളിയുടെ മുഖം കൂടി കാണിച്ചു തരൂ എന്നാണ് ഞാൻ ഗണപതിയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അണ്ണന്റെ പിൻഭാഗം കാണുന്നതെന്ന് ലക്ഷ്മി കൂട്ടിച്ചേർത്തു. ലക്ഷ്മി തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോഴാണ് ഏതാണ് പെൺകുട്ടിയെന്ന് താനും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷേ അന്ന് ഞങ്ങൾ മിണ്ടിയില്ല. പിന്നീട് ലക്ഷ്മിയുടെ അമ്മ അവരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ കാണാൻ വന്നു. അന്ന് താൻ നാട്ടിൽ അല്പം ചട്ടമ്പിയായി നടക്കുന്ന സമയമാണ്. ലക്ഷ്മിയുടെ അമ്മ വക്കീലാണ്. കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ഒരു ദിവസം ലക്ഷ്മിയുടെ വീട്ടിൽ ചെന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ടു. അഭയം കൊള്ളാം, അവനെ നമുക്ക് മരുമകനാക്കണം എന്നൊക്കെ ലക്ഷ്മിയുടെ അമ്മ തന്നെക്കുറിച്ച് നിരന്തരം പറയുമായിരുന്നു. ഭയങ്കര ദീർഘവീക്ഷണമുള്ള ക്രാന്തദർശിനിയാണ് ലക്ഷ്മിയുടെ അമ്മ. അന്ന് 2000 രൂപ CC അടയ്ക്കാൻ പോലും തന്റെ കയ്യിൽ ഇല്ലാത്ത സമയമാണ് അഖിൽ മാരാർ പറയുന്നു. അന്ന് ഗണപതി അമ്പലത്തിൽ പോയി വന്ന ശേഷവും അമ്മയോട് പറഞ്ഞിരുന്നു സ്വപ്നത്തിൽ കണ്ടതുപോലൊരു അണ്ണനെ കണ്ടു എന്ന്. അണ്ണനെ നേരിട്ട് കണ്ടപ്പോൾ തങ്ങളുടെ അപ്പൂപ്പനുമായി അമ്മയ്ക്ക് ചില സാമ്യതകൾ തോന്നിയെന്ന് ലക്ഷ്മി പറയുന്നു. ലക്ഷ്മിയുടെ അപ്പൂപ്പൻ പഴയൊരു മാടമ്പിയായിരുന്നു. ലക്ഷ്മിയുടെ അമ്മയെ വളർത്തിയത് അപ്പൂപ്പനാണ്. തങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം ഒന്നാണെന്നാണ് അവർ പറയുന്നത്. ലക്ഷ്മിയുടെ അമ്മ ഒരു വലിയ കേടി തന്നെയാണ്. അവർക്ക് ചട്ടമ്പിത്തരമൊക്കെ കാണിച്ചു നടക്കുന്ന മരുമകനെ വേണമായിരുന്നു എന്ന് അഖിൽ തമാശയായി പറഞ്ഞു. ഇരുവരും ഇന്ന് മക്കളായ പ്രാർത്ഥനയും പ്രകൃതിക്കുമൊപ്പം സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ്. അഖിലിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകി ലക്ഷ്മിയും കൂടെയുണ്ട്.